and welcome to Super Prime Time Live Show 3 in 1 in association with Time Express Cargo and gift sponsored by Greenolies Beauty Salon. Special gift hamper from Ujala. പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് നമ്മുടെ സൈറസ് ഫാഷൻ. അതായത് സൈറസ് ഫാഷൻ ഇവിടെ നമ്മുടെ ദുബായിൽ ഇപ്പൊ 20 years ആയിട്ടുണ്ട്. ഷെയ്ഖ് കോളനി കിസൈസിലാണ് ലൊക്കേഷൻ. സൈറസ് ഫാഷന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മെറ്റീരിയൽസും സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇപ്പൊ സാരീസ്, കുർത്തീസ്, എന്തായാലും എല്ലാവർക്കും ബ്ലൗസ്, അതെ, സാരി ബ്ലൗസിന്റെ ഓൾട്രേഷൻസ് എല്ലാവർക്കും വേണ്ടി വരും. ഇപ്പം ബ്ലൗസ് ആയാലും കുർത്തീസ് ആയാലും എന്ത് ടൈപ്പ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങണം എന്നുണ്ടെങ്കിലും അവിടെ തന്നെ എടുക്കാം. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. സൂപ്പർ ആയിരിക്കും. അപ്പൊ സൈറസ് ഫാഷന്റെ ലൊക്കേഷൻ ഷെയ്ഖ് കോളനി കിസൈസിലാണ്. സൈറസ് ഫാഷൻ നമുക്കായിട്ട് ഒരു ഓണക്കോടി സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഇത് ആർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് ആൻസർ ചെയ്ത് വിന്നർ ആവുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു ഓണക്കോടി ആർക്കാ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ ഷൈനാസ്? അപ്പൊ സൈറസ് ഫാഷൻ എന്തായാലും എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. നല്ല അടിപൊളി ഓണം കളക്ഷൻസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഡ്രസ് എടുക്കാത്തുണ്ടെങ്കിൽ വേഗം ഞാനത് വിചാരിച്ചോണ്ടിരുന്നത്, കാരണം എനിക്ക് തൊട്ടടുത്താണ് ഷെയ്ഖ് കോളനി. ഒരു ഓണത്തിന് ഒരു വേണം. ഞാനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പൊ 1-2 ഷൂട്ടൊക്കെ ചെയ്തിട്ട് എന്റെ ഓണക്കോടി എല്ലാം അങ്ങനെ ഔട്ടായി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും എനിക്ക് ഒരെണ്ണം വേണ്ടി വരും. അപ്പൊ ഞാൻ എന്തായാലും പോയി ചെയ്യാന്ന് വിചാരിച്ചു. സ്റ്റിച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പൊ എന്തായാലും പോയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക സൈറസ് ഫാഷൻസിൽ. തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഗ്രീനോലീസ് ബ്യൂട്ടി സലൂണിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഗ്രീനോലീസ് നമ്മുടെ കൂടെ ഇപ്പോൾ ഒരുപാട് നാളായി നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല പെർഫെക്റ്റ് ആണ് അവിടുത്തെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും. അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾക്ക് മേക്കപ്പ് ആയാലും ഇപ്പം ഓണത്തിന്റെ ടൈമിൽ എല്ലാവർക്കും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പൊ മേക്കപ്പിനൊക്കെ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സലൂണാണ് ഗ്രീനോലീസ് ബ്യൂട്ടി സലൂൺ. മൊബൈലിലാണ്, ഷാർജയിൽ. അപ്പൊ എന്തായാലും അവരുമായിട്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് വൗച്ചർ തരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കിട്ടുന്നത് ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഉജാലയുടെ ഗിഫ്റ്റ് കാർഡ്. അപ്പൊ ഈ ഉജാലയുടെ ഇതുണ്ടല്ലോ, നമുക്ക് നേരത്തെ ഉജാലയ്ക്ക് വളരെ കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഒരുപാടുണ്ട് അതിന്റെ ഉജാലയുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ നിറയെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം, അല്ലേ? വിളിക്കുന്ന നമ്പർ എന്താണ്? വിളിക്കുന്ന നമ്പർ 0423822491. പഠിച്ചില്ല അടി. പഠിച്ചിട്ട് വരാം. അതെ. അപ്പൊ നമ്മൾ എന്തായാലും വിളിക്കുക. നമ്മൾ 8:30 വരെ ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും. കാരണം ഇനിയിപ്പോ സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ നമുക്ക് ഈ ഒരു വീക്കിൽ. ഇനി ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻസ്, എന്താ എന്തെങ്കിലും ഓണം സെലിബ്രേഷൻസ് നടന്നോ? ഓണത്തിന് കുറെ ഇപ്പൊ ഒരുപാട് സെലിബ്രേഷൻ നടക്കുന്നു. പക്ഷെ അതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് വീക്ക് ഉണ്ട് നമ്മള് തുടങ്ങിയത് മിയാമാളിൽ തുടങ്ങിയിരുന്നു, അല്ലെ? നമ്മളെന്തോന്നു ഫസ്റ്റ് ഇവിടെ ദുബായിൽ ഓണം സ്റ്റാർട്ട് ചെയ്തത്. യുബിയിലും ഡോ സീസൺ ഇവന്റ്സും കൂടെ ചേർന്നിട്ടായിരുന്നു ദുബായിൽ ഫസ്റ്റ് ആയിട്ട് ഓണം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ വീക്കിലൊക്കെ നിറയെ ഓണം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ടേക്കും എല്ലാവരും നല്ല തിരക്കായിരിക്കും. അപ്പൊ എല്ലാവരും ഓണം വിശേഷങ്ങളൊക്കെ പറയാ. അതല്ലാതെയും ഇപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെ? കുറച്ചൊന്ന് ഹ്യൂമിഡിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഫോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശ്വസിക്കാം. അതെ. അപ്പൊ ഇനിയിപ്പോ കുറച്ചൊരു തണുപ്പിലേക്ക് എത്തി തുടങ്ങും. അപ്പൊ തണുപ്പ് എത്തി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കര ഔട്ടിങ്ങും കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ തുടങ്ങും. അതിനുള്ള പ്ലാനിങ്, പുറത്തിറങ്ങാൻ ഒരു ഇൻട്രസ്റ്റ്. അതെ, വൈകുന്നേരം ആയാലും എല്ലാവരും പോയി ഒന്ന് നടക്കാനും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. ഇപ്രാവശ്യം എനിക്കൊന്ന് കുറച്ച് ലോങ് ആയിരുന്നല്ലോ, ഒരുപാട് സമയം എടുത്തു ആ ഒരു തണുപ്പെടുത്താൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തണുപ്പൊക്കെ എത്തിയിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കണം, ഔട്ടിങ്ങിന് പോകണം, ഇത് പാർക്കിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ഇപ്പോഴൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹ്യൂമിഡായിട്ട് തോന്നും, പെട്ടെന്ന് മടുക്കും. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അപ്പൊ ഈ ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങും, അല്ലേ? തീർച്ചയായിട്ടും. എല്ലാരും എന്നാ വിളിക്കേണ്ടവരൊക്കെ പെട്ടെന്ന് വിളിക്കുക. കുറെ ഓണക്കോടിയൊക്കെ സമ്മാനമായിട്ട് കിട്ടട്ടെ. അതെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ആർക്കാണ് കിട്ടാൻ. നമുക്ക് പണ്ടുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഓണത്തിന് ഓണക്കോടി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓണക്കോടിയാണ്. അപ്പൊ അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. എന്തായിരിക്കും കിട്ടുക എന്നുള്ള ഇത് വെച്ചിട്ട്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ മുണ്ടുന്ന ഏരിയ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അത് കിട്ടുമ്പോഴും ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. പട്ടുപാവടൊക്കെ അല്ലേ കിട്ടുക? അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഷഹനാസിന്റെ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? എങ്ങനെ, എന്താ പ്ലാൻ? എന്താ
പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലേ. ഓണം പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പിന്നെ ഫാമിലീസ് ഒക്കെ ഉണ്ട് ഇവിടെ, അവരെ കൂടെ ഒന്ന് എല്ലാവരും കൂടെ സദ്യയൊക്കെ വെച്ച് അടിപൊളി. മുന്നേ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? വരാറുണ്ട്, പക്ഷെ ഇവിടെ ഓണത്തിന്റെ ടൈമിൽ വന്നിട്ടില്ല. ഓണം എനിക്ക് എപ്പോഴും നാട്ടിലാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ ഓണം ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഓണം മാത്രമാണ്, ക്രിസ്മസ്. എന്തായാലും ഈ വർഷം എങ്ങനെയുണ്ട് ഓണം ഇവിടുത്തെ എങ്ങനെയാണ്? അതെ അതെ അതെ, എനിക്ക് പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നു വിത്തിൻ ആ 1 month തീരില്ലേ ഓണം എന്ന് പറയുന്നത്. അതെ, ആ ഓണം കഴിഞ്ഞാൽ തീർന്നു അതിന്റെ വൈബൊക്കെ. ഇവിടെ ഡിസംബറിലും ഉണ്ട്. ഡിസംബറിലും നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു അസോസിയേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് കാണും. എന്തായാലും സദ്യ കഴിക്കും നമ്മൾ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരുപാട് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഭയങ്കര വൈറലായിരുന്നല്ലോ ഒരു സദ്യ, ഭയങ്കര വലിയ പ്രോഗ്രാം ആയിട്ട്. പക്ഷെ പ്രോഗ്രാം ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഡിസംബർ ടൈമിലായിരുന്നു അത്. അപ്പൊ എന്നിട്ട് അതിങ്ങനെ കുറെ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓണം കഴിഞ്ഞു എത്രയോ ആയിട്ടും ഓണത്തിന്. അത് ശരിയാണ്, കാരണം എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ ഈ റെസ്റ്റോറൻറ്റ്സ് നോക്കിയാൽ തന്നെ എല്ലാവരും ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സദ്യയിലും. അതിന്റെ ഷീറ്റ് വരെ സദ്യയുടെ പിക്ചറാ. അതെ 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 അതെ, എല്ലാത്തിലും അതെ. അപ്പൊ എല്ലാരും ഫുൾ ആ ഒരു തിരക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടിൽ വരുന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീക്കിലെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പ്രിപ്പറേഷൻസും എല്ലായിടത്തും ഇങ്ങനെ ഇതായി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്രിസ്മസ് വരെ നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. കാരണം തണുപ്പാകുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഇതാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ പറയാനുണ്ടാവും, ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓണക്കോടിയും കൊണ്ട് ഞങ്ങളെ പോകത്തുള്ളൂ അല്ലെ. നമുക്ക് 2 പേർക്ക് കൊടുക്കാം. അപ്പൊ ഞങ്ങളെ വിളിക്കുന്ന നമ്പർ 0423822491. വേഗം തന്നെ വിളിച്ചോളൂ. ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വിളിക്കണം. എന്നിട്ട് ഷഹനാസിന്റെ വിശേഷങ്ങൾ പറയൂ. ഏതെങ്കിലും പുതിയ ഫിലിം ഓണായിട്ട് എങ്ങനെയാ കൂടിയോ? ഞാൻ ഓണമായിട്ട് ഒരു റൗണ്ട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ നിൽക്കുന്ന. അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ട്രഡീഷണൽ മനസ്സിലേക്ക് വരും അതിന് പോകുമ്പോ തന്നെ. പിന്നെ ഇനിയിപ്പോ ഫാമിലി ആയിട്ട് ഓണം തോന്നുന്നു. ഈ ഓണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര എല്ലാരും ആഘോഷിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുൾ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. സെയിം ടൈം ഇവിടെ അങ്ങനെ തന്നെ എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ ക്രിസ്മസ് ആയാലും നമ്മൾ അങ്ങനെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു വൈബാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം റമദാൻ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ എല്ലാവരും ഫുൾ മന്ത് നമ്മൾ റമദാന്റെ ഇതിലാണ്. നോമ്പെടുക്കുന്നവരുണ്ട്, നോമ്പെടുക്കും. നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആ ഒരു വേർതിരിവ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേ ആഘോഷം തന്നെയാണ്. അങ്ങനെയാണ്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ന്യൂസിൽ കണ്ടതാണ്. ഇപ്പം ഓസ്ട്രേലിയയിലൊക്കെ കൂടുതൽ ഈ കുട്ടികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, അവർക്ക് ചാനൽ ഉണ്ടാവും, അവരതിൻ്റെ അകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും, അങ്ങനത്തെ കുറെ ഇതുണ്ടല്ലോ. അപ്പൊ ഓസ്ട്രേലിയയിൽ ഒരു പുതിയ റൂൾ വന്നു. കുട്ടികൾക്ക് 16 years ആയാൽ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ചെറിയ കുട്ടികളാണല്ലോ കൂടുതലും. അതെ, ഇപ്പൊ ഇന്ന് നോക്കിയാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബിന്റെ അകത്ത് അവര് കടന്ന് അവർക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഇയർലി വെയിറ്റിംഗ് ആണ്. അവർ എത്ര പേര് തന്നെ കാണുന്നുണ്ട്, എത്ര പേര് ലൈക്സ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാൻ ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഫുൾ ടൈം ഇവര് ഫോണിലാണെന്ന് തന്നെ പറയാം. ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഇപ്പൊ 1-2 വീഡിയോസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഫോണിന് വേണ്ടിട്ട് ഫോൺ കിട്ടിയില്ല, അവിടുന്ന് വരുമ്പോ തന്നെ മൈൻഡിൽ ഫുൾ ഫോൺ ആയിരിക്കും, ഫോൺ എടുത്ത് കളിക്കണം. പിന്നെ ഒരു അഡിക്ഷൻ ആണ് അവർക്ക്. അഡിക്ഷനും ആണ്. ഇത് ബാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ കുറെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ മേ ബി അതിന്റെയൊക്കെ ഒരു കൂടുതൽ ഇതായതുകൊണ്ടായിരിക്കും ഇപ്പം ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു നിയമം വന്നിരിക്കുകയാണ്. അവര് 16 years കഴിയാതെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാൻ പാടില്ല. അത് ആക്ച്വലി ശരിക്കും വരുമായിരുന്നെങ്കിൽ കാരണം ഇപ്പൊ അറിയാണ്ടും എങ്ങനെയായാലും ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ അങ്ങനെ റൂള് വരുമ്പോഴേക്കും പാരന്റ്സും കുറച്ചും കൂടെ ഒന്ന് അലേർട്ട് ആവും, കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കും. ഇപ്പൊ വെറുതെ പറയുന്ന പോലെ അല്ലല്ലോ. വെറുതെ ഇപ്പൊ സ്കൂളിലും ഓക്കെ. നമുക്കൊരു കോൾ സംസാരിക്കാം. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ് വിളിക്കുന്നത്? എന്റെ പേര് റോബിൻ എന്നാണ്. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. റോബിൻ? അതെ. ഓക്കെ, എവിടെയാണ് ദുബായില്? ഞാൻ കരാമ. ഓഫ്, കരാമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യമേ മനസ്സിൽ വരുന്നത് ഫുഡിന്റെ ഏരിയ അല്ലേ? ഫുഡ് മാത്രമേ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ. റോബിൻ ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ് പറയും. എനിക്ക് ഞാൻ കാലിക്കറ്റ് പാരഗൺ പോവാറുണ്ട്. പക്ഷെ നാട്ടില് മീൻസ് കഴിക്കാറുണ്ട്. ബട്ട് ഞാൻ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് അറബിക്കൊക്കെയാണ്. ആണല്ലേ? അറബിക്കിന്റെ ആളാണ്. അറബിക് റെസ്റ്റോറന്റ് അവിടെ ഏതാണ് കൂടുതൽ?
ഇവിടെ അറബിക് പിന്നെ ക്രിസ്ത്യൻ കുറവല്ലേ ഇവിടെ? മാറൂഷ് ആണ് ഞാൻ സാധാരണ എപ്പോഴും പോവാറുള്ളത്. ആണ്. ഓക്കെ, മാറൂസ്. അവിടെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? മാറൂഷില് കൂടുതലും ഞാൻ കുറച്ച് കൂടുതലും ഗ്രില്ലാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആണല്ലേ? ഗ്രില്ലിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പോവാറുള്ളത്. കൊള്ളാം. അപ്പൊ ഈ ഒരു വീക്ക് എങ്ങനെയാണ് ഇനി പരിപാടി? ഓണം ഒക്കെ ആയിട്ട് നാടൻ ഐറ്റംസ് ഒക്കെ കഴിക്കുവോ? സദ്യ കഴിക്കുവോ? കഴിക്കാറുണ്ടോ? അല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടില് പിന്നെ ഈ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ 2-3 പേരുടെ വീട്ടിലായിട്ട് ഓണം സെലിബ്രേഷൻ. ഫുള്ളി ബുക്ക്ഡ് ആണല്ലേ? അല്ലേ? അപ്പൊ ഫ്രൈഡേ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ സാറ്റർഡേ പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ, ഫ്രൈഡേ പോയില്ലെങ്കിലും കുഴപ്പമില്ല. നൈറ്റ് പോയിട്ട് നമുക്ക് സദ്യ ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കണം ഒരു നിർബന്ധവും ഇല്ലല്ലോ. വൈകിട്ടായാലും സദ്യ കഴിക്കാം. ഞാൻ ഫ്രൈഡേ മീൻസ് ഞാൻ ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് സാറ്റർഡേ പോവാന്ന് വിചാരിക്കും. ആണല്ലേ? അപ്പൊ നമുക്ക് സാറ്റർഡേ തൊട്ട് തുടങ്ങാം ഓണാഘോഷം. അതെ അതെ അതെ, അതാണ്. സൺഡേ ആണ് മെയിൻ ഓണം. അന്ന് എന്താണ് പരിപാടി? അപ്പോ സൺഡേ ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ പിന്നെ ഞാനൊരു ഹെലികോപ്റ്റർ പൈലറ്റ് ആണ്. ഓ, റോബിൻ നമ്മളെ വിളിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? ഞാൻ മുന്നേ മീൻസ് ഇതിപ്പോ ഞാനൊരു 2ാമത്തെ പ്രാവശ്യം മറ്റോ വിളിക്കുന്നത്. പക്ഷെ എന്തോ ഒരു ഓർമ്മയുണ്ട്. റോബിനല്ല, പേര് വേറെന്തോ ആയിരുന്നു. ഓക്കെ, ഹെലികോപ്റ്റർ പൈലറ്റ്. അതെ. അപ്പൊ എവിടെ? നമ്മുടെ അൽമക്തൂം എയർപോർട്ടാണോ? ഞാൻ അൽമക്തൂമിലാണ്. ഓക്കെ, എനിക്ക് എവിടെയോ സംസാരിച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാന് വിളിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചു നാളായി, ഒരു ഓൾമോസ്റ്റ് ഒരു 6 months മുകളിലായിട്ടുണ്ടാവും. അതെ, എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട് വിളിച്ചിട്ടുള്ളതായിട്ട്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. പൈലറ്റ്. അതെ, അന്ന് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. ബിക്കോസ് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു കുറച്ച് ക്യൂരിയസ് ആവും ഇതിനെപ്പറ്റി ചോദിക്കാനും കാര്യങ്ങളും ഒക്കെ അറിയാനും, അല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ലാസ്റ്റ് ടൈം വിളിച്ച സമയത്ത് മീൻസ് നിങ്ങളായിരുന്നില്ല, വേറെ ഞാൻ പേര് ഓർക്കുന്നില്ല, വേറെ 2 ആൾക്കാരായിരുന്നു. ആണോ? അപ്പൊ ആ ടൈമില് പിന്നെ ഇങ്ങനെ എന്റെ ഈ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ തന്നെ. അല്ല, ഞാൻ സോറി കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്റെ മീൻസ് എന്റെ മെമ്മറിയിൽ വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ആയിരിക്കാം. ഓക്കെ, എനിവേസ്, അപ്പൊ എന്തായാലും എങ്ങനെ പോകുന്നു ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. അല്പ ഹെക്ടിക് ആണ്, പക്ഷെ സ്റ്റിൽ നന്നായിട്ട് പോകുന്നു. ഞാന് നാട്ടില് എല്ലാ കൊല്ലവും നാട്ടിൽ പോയിട്ട് അമ്മച്ചിന്റെ കൂടാണ് ഓണം എല്ലാം ഉള്ളത്. പക്ഷെ ഇപ്രാവശ്യം അമ്മച്ചി എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ദുബായിൽ ആദ്യമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അടിപൊളി. എന്തായാലും അപ്പൊ എന്താണ് പ്ലാൻ? അമ്മച്ചീനെ കൊണ്ട് എവിടെയൊക്കെ പോകും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്രണ്ട്സിന്റെ. അങ്ങനെയല്ല, ഇത് കഴിഞ്ഞിട്ട് ദുബായിൽ എവിടെയൊക്കെ കൊണ്ട് കാണിക്കണം? എല്ലായിടത്തും കൊണ്ട് കാണിക്കണ്ടേ? അയ്യോ, അങ്ങനല്ല. പുള്ളിക്കാരിക്ക് ഇവിടെ വിസ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി എല്ലാ കൊല്ലവും വരാറുണ്ട്. പക്ഷെ ഓണത്തിന്റെ പീരിയഡിൽ അവര് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അമ്മച്ചിക്ക് ദുബായ് ഫാമിലിയർ ആണ്. അപ്പൊ പ്രത്യേകിച്ച് കാണാനും സ്ഥലങ്ങളൊന്നും ഇല്ല, ബാക്കി. ഫൈൻ. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കും ഓണൊക്കെ. അപ്പൊ അമ്മച്ചിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ പ്രോഗ്രാം എന്താ? ഞങ്ങളുടെ ഒക്കെ മിക്കവാറും ഇവിടെയൊക്കെ ഓണം സെലിബ്രേഷൻസ് ഉണ്ട്, അല്ലാത്ത പുറത്ത് പ്രോഗ്രാംസ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഫാമിലിയാണ് എന്തായാലും മെയിൻ. ഓണത്തിന്റെ അന്ന് ഫാമിലിയുടെ കൂടെയാണ്, ഫാമിലി ഫ്രണ്ട്സും. അതാണ് പ്ലാൻ. പിന്നെ യുബിഎലിന്റെ മറ്റോ ഒരു ഓണ പ്രോഗ്രാമോ മറ്റോ ഉണ്ടാവില്ലേ? പിന്നെ യുബിഎൽ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഡേറ്റ് കൺഫേം അല്ല, വരുന്നുണ്ട്. യുബിഎലിന്റെ ഓണാഘോഷങ്ങളൊക്കെ തകർപ്പനായിട്ട് വരുന്നുണ്ട്. അല്ല, നേരിട്ട് ഞങ്ങക്ക് നേരിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ 100% ഉണ്ടാവും കേട്ടോ. ആണല്ലേ? അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കഴിഞ്ഞ മാസം വിളിച്ചിരുന്നു എല്ലാവരും, നെസ്റ്റോ മിയാമാളിൽ വെച്ചിട്ട്. അപ്പൊ കേട്ടില്ല അല്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയും എന്തായാലും പ്രോഗ്രാംസ് വരുന്നുണ്ട് യുബിഎലിന്റെ കൂടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നത് റോബിന് അമ്മച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ, അല്ലെ? ഓണക്കോടി സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ വിന്നറിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് സൈറ ഫാഷൻസ് ഒരു ഓണക്കോടി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ട്രൈ ചെയ്യുക. ടി വി വെച്ചിട്ടുണ്ടോ? ടിവിയിലാണോ ശ്രദ്ധിക്കുന്നത്? ടി വി വെച്ചിട്ടുണ്ട്. ഞാൻ ടിവിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആക്ച്വലി കിച്ചണിലുള്ളത്. വെരി നൈസ്. അവിടെ എന്തോ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കുന്നത് അവിടെ?
ഞാന് കുറച്ച് ഫിഷ് ഫിംഗേഴ്സ് വാങ്ങിച്ചിട്ട് ഫ്രൈ വിചാരിച്ചു. ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ വിചാരിച്ചേ ഉള്ളൂ ഫിഷ് ആയിരിക്കും. അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫിഷ് കരിഞ്ഞൊന്നും പോകണ്ട. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ് പ്ലീസ് പ്ലീസ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഓക്കെ, ഓക്കെ, GK ആണ്. ഫസ്റ്റ് കാറ്റഗറി GK ആണ്. അപ്പൊ അമ്മച്ചി ടിവിയുടെ മുന്നിൽ ഇരുന്ന് കാണുന്നുണ്ടോ? അല്ല, അമ്മച്ചി എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ തനിച്ച്. ഞങ്ങളൊരു ഹായ് പറയാന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ? പറഞ്ഞോ. ഓക്കെ, അവനവൻ കടമ്പ രചിച്ചത്. അവനവൻ കടമ്പ. ആ, അതെ. ഓപ്ഷൻസ് എന്തെങ്കിലും? ഓപ്ഷൻസ് ഉണ്ട്. വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, കാവാലം നാരായണ പണിക്കർ. എനിക്ക് അറിയില്ല, ബട്ട് ഞാനൊരു വൈൽഡ് ഗസ് ആണ്. കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ആ പേരിന്റെ ആ ഒരു ഇത് വെച്ചിട്ടല്ലേ പറഞ്ഞത്. കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണല്ലോ. പക്ഷേ കാവാലം നാരായണ പണിക്കരായിരുന്നു. ഓക്കെ. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ കുറെ നാൾ കഴിഞ്ഞിട്ടും വിളിച്ചല്ലോ, അതെന്നെ ഭയങ്കര ഒരു ഇനി ഇടയ്ക്കൊക്കെ വിളിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ കിട്ടും. നേരിട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ടൈം കിട്ടുന്ന പോലെ എന്തായാലും വിളിക്കുക. താങ്ക് യു സോ മച്ച്. എന്റെ അമ്മച്ചിന്റെ അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും റോബിനും അമ്മച്ചിക്കും ഹാപ്പി ഓണം, അഡ്വാൻസ് ഹാപ്പി ഓണം. അതെ, അമ്മച്ചിയോട് പറയൂട്ടോ. അതെ, കോള് കട്ടായി. എന്തായാലും രണ്ടുപേർക്കും ഓണം വിഷ് ചെയ്യുന്നു. അടിപൊളി ഓണം ആവട്ടെ. അപ്പം ഈ പ്രാവശ്യം ഫസ്റ്റ് ഷൈനാസിന്റെ പോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഓണം ആഘോഷിക്കുകയാണ് ദുബായില്. എന്തായാലും അടിപൊളിയാണ്. അതെ, നമുക്കൊരു കോൾ കൂടി ഉണ്ടോ? ഓക്കെ, പിന്നെ ബാക്കി വിശേഷം ഓണത്തിന്റെ തിരക്കായിരിക്കും. അത് അല്ലെങ്കിൽ നമുക്ക് അടിക്കടി കോൾസ് എല്ലാരും ഓണായിട്ട് തിരക്കാണെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സ്കൂളും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ എല്ലാവരും ഇപ്പോഴൊക്കെയാണ് നാട്ടിൽ നിന്ന് വന്നത്. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ട്രാഫിക്കും അതേപോലെ കൂടിയിട്ടുണ്ട്. നല്ല ഹെവി ട്രാഫിക് ആണ്. അതെ, അപ്പൊ അതിന്റെ ഒക്കെ തിരക്കുണ്ട് എല്ലാവർക്കും. പലരും ട്രാഫിക്കിൽ സ്റ്റക്ക് ആയിരിക്കും ഈ സമയത്തൊക്കെ വരെ. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്തൊക്കെ നൈറ്റ് 12 o'clock വരുമ്പോഴും നല്ല ട്രാഫിക് ആണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാവലിംഗ് ആയിരുന്നു ട്രാഫിക്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ദുബായ് ഫുൾ ട്രാഫിക് ഫുൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ റെന്റും കൂടെ കൂടി വന്നല്ലോ. അപ്പൊ ദുബായിലുള്ളവർ കൂടുതൽ ഷാർജയിലേക്ക് മൂവ് ചെയ്ത് ഈ എക്സിറ്റും എല്ലാം നല്ല ട്രാഫിക് ആണ്. അതും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളിടത്ത് തന്നെ നല്ല തിരക്കാണ്. അപ്പൊ അത് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ വണ്ടികളും കൂടി. അതെ, എല്ലാരും എടുക്കുന്നവര് കൂടി, വണ്ടി എടുക്കുന്നവരൊക്കെ കൂടി. പിന്നെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നിറയെ വണ്ടികളും ബഹളങ്ങളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഷൈനാസ്, മുത്തി ഏതെങ്കിലും സിനിമ ഉണ്ടോ? പുതിയ സിനിമ കണ്ടില്ല. ലാസ്റ്റ് വാഴ കണ്ടു, പിന്നെ പോയിട്ടില്ല. ഇനിയിപ്പോ ഓണായിട്ട് എന്തെങ്കിലും പുതിയ റിലീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണമല്ലോ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബറിലല്ലേ ബറോസ് വരുന്നത്. അത് വരുന്നുണ്ട്. അത് വെയിറ്റിംഗ്. ബിക്കോസ് അതും ഇതുപോലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ഇതുപോലെ തന്നെയല്ലേ വരുന്നത്. കോൾ ഉണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. കോൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ്? സോറി, ആരാണ്? തെസ്മില. ഓക്കെ, നല്ല വാവ്, ഡിഫറെന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടുന്ന് വിളിക്കുന്നത്? ദുബായിന്ന്. എന്ത് ചെയ്യുന്നു? ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അടിപൊളി. എങ്ങനെയുണ്ട് വർക്കൊക്കെ? കുഴപ്പമില്ല, എങ്ങനെ പോകുന്നു. ഇപ്പൊ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയോ? എത്തി. ഫാമിലി? ഹസ്ബൻഡ്, മോന്. ആഹാ, അടിപൊളി. എവിടെയാ? ദുബായിൽ എവിടെയാ? ദുബായിലെ കിസൈസില്. ഞാനും കിസൈസില. ഞങ്ങളൊക്കെ കിസൈസിലെ ആൾക്കാരാണ്. നാട്ടിലെവിടെയാ? നാട്ടില് കാലിക്കറ്റ്. കാലിക്കറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഓണ സെലിബ്രേഷൻസ് ഒക്കെ? സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഓണം വളരെ ഇതായിട്ട് ആഘോഷിക്കുന്നതാണ്. നമ്മളങ്ങനെ ആഘോഷിക്കാറില്ല. സ്പെസിഫിക്കലി ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറാണ് പതിവ് കൂടുതലും. ഇപ്പൊ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് പോവോ, അതോ ഫ്രണ്ട്സിന്റെ പോയിട്ട് കുക്ക് ചെയ്യായിരിക്കും അല്ലേ? നാട്ടിൽ ഞാൻ ഓണം കൂട്ടിട്ട് 17 കൊല്ലാവുന്നു. അടിപൊളി. ഫുൾ ഓണം എവിടെയായിരുന്നല്ലേ? സെലിബ്രേഷൻസ് ഉണ്ടാവും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ സെലിബ്രേറ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഓരോ ഐറ്റംസ് കുക്ക് ചെയ്തിട്ട് പോവാറുണ്ട്, അങ്ങനെ ഗ്യാദർ ചെയ്യുന്നുണ്ടെങ്കിൽ. ആണല്ലേ? അപ്പൊ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? സാധാരണ പെരുന്നാൾക്ക് കൂടുതലും ഉള്ളത്
ഹിന്ദി ഫ്രണ്ട്സ് ആണ്. അപ്പം പെരുന്നാളിന് അവരെല്ലാരും ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ എന്തായാലും ഓണത്തിന് ആകുമ്പം അവര് മനസ്സിലായി എസ്കേപ്പ് ആയതാന്ന് മനസ്സിലായി. വരാൻ പറയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാറുണ്ട്. ഓ കൊള്ളാം. എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഓണക്കോടിയൊക്കെ സമ്മാനമായിട്ട് കരുതുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഗെയിമിലൊക്കെ വിൻ ആവണം. എന്നാലും സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട് പറഞ്ഞു. ഏയ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. ഓക്കെ, മ്യൂസിക് എത്തി. അപ്പൊ ടി വി ഉണ്ടല്ലോ അല്ലേ? മ്യൂസിക്. അതെ മ്യൂസിക്. അടിപൊളി മ്യൂസിക്. ടിവിയുടെ സൗണ്ട് കുറച്ച് കൂട്ടി വെച്ചോളൂ. ടിവിയിൽ ഒരു പ്രാവശ്യം പ്ലേ ചെയ്യുള്ളൂ, ശ്രദ്ധിച്ചു കേട്ടോണേ. ഒന്നും കുഴപ്പമില്ല, ഈസിയാണ്. സൗണ്ട് പോലും കിട്ടിയിട്ടുണ്ട്. ടിവിയുടെ സൗണ്ട് കുറയ്ക്കോ? ഹലോ, കേട്ടോ? അതിന്റെ കൂടെ നിങ്ങളുടെ കുറേ സംസാരങ്ങളൊക്കെ കേട്ടത് എനിക്ക് ടി വി. മനസ്സിലാവുന്നില്ല. അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു ഇവിടെ, സംസാരിച്ചേ ഇല്ലായിരുന്നു. ഓക്കെ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ. BGM കേട്ടല്ലോ അല്ലേ? ഞാൻ പാതിര ആണോ ഞാൻ ഗസടിച്ചു. ഓക്കെ, 5-ാം പാതിര നമുക്ക് എന്തായാലും നോക്കാം കറക്റ്റ് ആൻസർ ആവോ ഇല്ലയോ എന്നുള്ളത്. നമ്മള് കറക്റ്റ് ആൻസർ. അടിപൊളി. ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഭയങ്കര സൗണ്ട് കേൾക്കും. അയ്യോടാ, ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ഞങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം കേട്ടോ. അയ്യോ, ഇനി അത് തന്നെയാണോ ക്വസ്റ്റ്യൻ? വേറെ വരും. നമ്മുടെ വീൽ എവിടെ നിൽക്കും നോക്കാം. GK. ഇഷ്ടപ്പെട്ടു. GK വന്നപ്പോ സമാധാനായി. ഓക്കെ, ചോദിക്കാം. GK എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അതെ. ഭരതൻ, IV ശശി, D വിൻസെന്റ്. അശ്വമേധം സംവിധാനം ഡയറക്ഷൻ അല്ലേ? അതെ അതെ അതെ, ഡയറക്ടർ ആരാണ്? ഭരതനാണോ, IV ശശിയാണോ, D വിൻസെന്റ് ആണോ? ഐഡിയൊന്നുമില്ല. കറക്കി കുട്ടിയാലോ. ഭരതൻ, IV ശശി, D വിൻസെന്റ്. പെട്ടെന്ന് IV ശശിയാണോ? IV ശശി. ഓക്കെ, നമുക്ക് നോക്കാം. IV ശശിയാണോ? വിചാരിച്ചു വിൻസെന്റ് ആണ് കേട്ടോ. D വിൻസെന്റ്. സാരമില്ല, നമ്മൾ നാളെയും വരുന്നുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്തായാലും ഇനി റെഗുലർ ആയിട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ, എന്തുണ്ട് വിശേഷം? ഞാനോ? ഞാൻ അന്ന് പോയിട്ട് വന്നല്ലേ. നാട്ടിൽ പോയില്ല അല്ലേ? പിന്നെ പിന്നെ വന്നു മറന്നുപോയാ? എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ? പുറത്തൊക്കെ പോയോ വീക്കെൻഡ് ഒക്കെ? ഇനിയിപ്പോ നബിദിനല്ലേ വരുന്നത്? ഓണത്തിന്റെ അന്ന് തന്നെ നബിദിനം. അങ്ങനെ ഒരു അവധി പോയി. അതാണ് കഷ്ടമാണ്. അതെ, എന്താണ് പരിപാടികള്? അപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുന്നല്ലേ? എവിടെയാണ് വെക്കാറുണ്ടോ? സദ്യ ഒക്കെ ഉണ്ടാക്കോ അതോ പുറത്തു പോയി കഴിക്കോ? സദ്യ കൊറേ കറി ഉണ്ടാക്കുന്ന ചില അധികം ആൾക്കാരും പുറത്തുനിന്ന്. അതെ അതെ, എവിടെ കണ്ടു വെച്ചേക്കുന്നേ? ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങി ഇവിടെ അബുദാബിയിലെ. ആണല്ലേ? ഓ അടിപൊളി. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ശൈലാൻഡി, നമ്മളൊരു ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടുമെന്നുള്ളത് നോക്കണം. ശൈലാൻഡിക്ക് തരാൻ പറ്റുവാണെന്നുണ്ടോന്നുള്ളത്. നമുക്ക് പോയാലോ ഗെയിമിലേക്ക്? ഓക്കെ, പറഞ്ഞു. ഓക്കെ, മൂവീസ് ആണ്. അപ്പൊ നമുക്ക് മൂവീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. പഴയ മൂവി ആയിരുന്നെങ്കിൽ ശൈലാൻഡി പെട്ടെന്ന് ആൻസർ പറഞ്ഞല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ മാലിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയും മൂവീസ് പുതിയതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ? MT വാസുദേവൻ നായരുടെ ആദ്യത്തെ മലയാള സിനിമ?
നിർമാല്യം, നിർമ്മല, മുറപ്പെണ്ണ്. അറിയായിരിക്കും. MT വാസുദേവൻ നാട്ട്. നിർമാല്യം, നിർമ്മല, മുറപ്പെണ്ണ്. മുറപ്പെണ്ണ ആണോ മുറപ്പെണ്ണാണെന്ന് തോന്നുന്നു. നോക്കാം തോന്നുന്നു എനിക്കറിയാം. നോക്കാം നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. കറക്റ്റ് ആണ്. അതെ 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 അതെ. ഞാൻ പിന്നെ വെച്ച നിർമാല്യം പക്ഷെ വേറെ എന്തോ പ്രത്യേകത ഉണ്ട്. അപ്പൊ ശൈലാൻഡി ഒന്നും കൂടെ. PJ ആന്റണി അല്ലേ? നിർമാല്യം സംവിധാനം ചെയ്തപ്പോഴാണ്. ഓക്കെ, വീണ്ടും പറഞ്ഞു ശൈലാൻഡി. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. യുവർ ചോയ്സ്. ഹായ്. നല്ല. അപ്പൊ ശൈലാൻഡി പറയും. നമ്മൾ വിട്ടു തന്നിരിക്കുന്നു. മ്യൂസിക്, ഇമേജ്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഈ ഓണമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇനിയിപ്പോ വണ്ടിയൊക്കെ എടുക്കട്ടെ. വണ്ടി ജിമ്മിലെ പൊക്കൊക്കെ കഴിഞ്ഞോ? ഇല്ല, വന്നില്ല, പോയിരിക്കണേ. ആണോ? കൊയ്യ 6 പാക്ക് ആക്കി ഇതാക്കും. ഇമേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ റെഡിയാക്കാം. ഇമേജ് നമ്മൾ ഏത് നല്ല ഇമേജ് ഒന്ന് കൊണ്ടുവരട്ടെ. അതെ, അറിയുന്നാണോ നോക്കട്ടെ. പിന്നെ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയാമോ? സ്റ്റാർട്ട്. GK വന്നിട്ടില്ല. അപ്പൊ GK എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാമേ. ഓക്കെ, ചോദിക്കുന്നോ? ഓക്കെ, ഞാൻ ചോദിക്കാം. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചതാര്? ഹുമയൂൺ, മുഹമ്മദ് ഷാ, അക്ബർ. ഹുമയൂൺ, മുഹമ്മദ് ഷാ, അക്ബർ. മുഹമ്മദ് ഷാ ആണോ? എനിക്ക് അറിഞ്ഞൂടാ. കോഹിനൂറൊക്കെ പണ്ട്. എന്തായാലും കറങ്ങി കുത്തി കറക്റ്റായി. അപ്പൊ ലാസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഓണക്കോടിക്ക് നമുക്ക് വീണ്ടും GK. ഇന്നല്ല. അപ്പൊ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇന്നലെ ശരിയായോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് ഞങ്ങൾ വരുമ്പോ ലക്കി ഡേ ആണോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ GK ചോദിച്ചു. ഓക്കെ, മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? അയ്യപ്പ പണിക്കർ, അക്കിത്തം, വാഗ്ഭടാനന്ദൻ. അയ്യപ്പ പണിക്കർ, അക്കിത്തം, വാഗ്ഭടാനന്ദൻ. മാനസ ചാബല്യം അക്കിത്താണോ നോക്കാം. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ വായിക്കും, ഇപ്പൊ പിന്നെ. പക്ഷെ വാഗ്ഭടാനന്ദനാണ്. നമ്മള് കുറച്ച് കട്ടിയുള്ള വാക്കെടുത്താണ്. കിട്ടിയാലും വരാൻ പറ്റൂലല്ലോ. കിട്ടിയാ വരണം എന്നുള്ളതാണ്, അതുകൊണ്ടാണ് കിട്ടുന്നത്. അതെ, എനിക്ക് വയ്യ. ശരി ശൈലാൻഡി, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഇതാരാണ്? എന്റെ പേര് നിയാസ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ അബുദാബിന്ന് വിളിക്കുന്നു. അബുദാബി ആദ്യമായിട്ടാണോ വിളിക്കണേ? ആദ്യമായിട്ട് വിളിക്കുന്നു. അബുദാബിന്ന് വിളിക്കാം. ഓക്കെ, നിയാസ് എന്ത് ചെയ്യാണ്? ഞാനിപ്പോ വീട്ടിലെത്തി, വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി. എന്തായിരുന്നു വർക്ക്? ഞാനൊരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, അടിപൊളി. എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഇതൊക്കെ? അടിപൊളിയായിരുന്നു. അബുദാബി റോഡുകളുടെ കൂടെ പോകുമ്പോ അബുദാബിയിൽ ട്രാഫിക് ഇല്ല, ദുബായിലാണ്. അബുദാബിയിൽ അങ്ങനെ ഇവിടെ ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിന്റെ റൂളും കാര്യങ്ങളൊക്കെ അറിയാമോ? ഒന്ന് പറഞ്ഞു തരാൻ ബെറ്റർ ആയിരുന്നു. ഓക്കെ, എന്റെ സൈഡിൽ ഒരു വീല് കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയുമ്പോ ഈ വീല് കറങ്ങും. കറങ്ങിയിട്ട് ഒരു കാറ്റഗറിയിൽ വന്ന് സ്റ്റാർട്ട് പറയാ, പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വന്ന് നിൽക്കും. ആ നിൽക്കുന്ന അതിലനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ 3 പ്രാവശ്യം പറയണം. 3 പ്രാവശ്യം നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 3 കറക്റ്റ് ആയാൽ നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഓക്കെ, GK വന്നിട്ടുണ്ട്. GK ക്വസ്റ്റ്യൻസ് ആണ്. അതെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് GK ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കട്ടെ? റെഡി അല്ലേ? ഓക്കെ, അങ്ങനെ ആലോചിച്ച് പറയണേട്ടാ.
ഓക്കെ. നമുക്ക് വിന്നർ ആവണമെന്ന്. അപ്പൊ ചോദിക്കട്ടെ, ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം? തെർമോമീറ്റർ, അറ്റ്മോമീറ്റർ, മീറ്റർ, ആൾട്ടിമീറ്റർ, ബയോമീറ്റർ. ബാരോമീറ്റർ. ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? അൾട്ടിമീറ്റർ. അൾട്ടിമീറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. കറക്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയാം. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സമയം കഴിഞ്ഞു നമുക്ക്. കറക്റ്റ് ആണ്. അതാണ് വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളാം പറഞ്ഞത്. സ്റ്റാർട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട്. ഓക്കെ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. ടോപ്പ്. സ്റ്റോപ്പ്. എവിടെയാ? ഓക്കെ, സ്പോർട്സ്. സ്പോർട്സ്. സ്പോർട്സ് ഒക്കെ എങ്ങനെ, ഇഷ്ടമാണോ? ഫുട്ബോൾ ഭയങ്കര. നമ്മള് ഫുട്ബോളിന്റെ ആളാണല്ലേ. അതെ. കൊള്ളാം. വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ട്. എന്തായാലും വേൾഡ് കപ്പ് കണ്ടായിരുന്നു. ഇവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. കമ്പനിയൊക്കെ ഫുട്ബോൾ ടീമുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ ഫുട്ബോളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് ചോദിക്കുകയാണ്. സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് ചോദിക്കുകയാണ്. ICCയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ ആരാണ്? ഗാംഗുലി, ശ്രീനിവാസൻ, ജയ്ഷാ? ജയ്ഷാ. ഓക്കെ, നമുക്ക് നോക്കാം. ക്രിക്കറ്റും കാണാറുണ്ടോ? ക്രിക്കറ്റ് കാണാറുണ്ട്. എല്ലാം തകർത്ത് കാണും. ക്രിക്കറ്റ് ഫാനായിരുന്നു. ഫുട്ബോൾ ഫാനായിരുന്നു. ഇപ്പൊ അടിപൊളി. അതും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വാവ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അതെ, സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. വേഗം സ്റ്റോപ്പ് പറയാട്ടോ. സ്റ്റോപ്പ്. ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് പറയാമോ? ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ. മ്യൂസിക് ആണ്. മ്യൂസിക് ആണേ. TV ഒന്ന് കുറച്ച് സൗണ്ടിൽ വെക്കോ. TV നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യും. ഒരു പ്രാവശ്യം പ്ലേ ചെയ്യുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. സൗണ്ട് TV കുറച്ച് കൂട്ടി വെച്ചോളൂ. ഓക്കെ, ഇപ്പൊ കേട്ടത് ഏത് സിനിമയിലെ BGM ആണ്? സൂഫിയും സുജാതയും, ഖൽബ്, സുലേഖ മൻസിൽ. സൂഫിയും സുജാതയും. ഓ, എനിക്ക് വയ്യ. 100%. അടിപൊളി. നമുക്കപ്പം കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈം വിളിച്ചിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇന്നിപ്പോ വേറെ വിന്നേഴ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി ആരെങ്കിലും വിന്നർ ആയിട്ട് വരുമോ ഇല്ല എന്നുള്ളത്. ഏതാണ് പ്രോത്സാഹന സമ്മാനം? എന്തായാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഒലീസിന്റെ സമ്മാനം ഉണ്ട്. വന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. വന്ന് കളക്ട് ചെയ്തോളൂ. നമ്മൾ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാറില്ല. നമ്മുടെ ഓഫീസില് ദേറയില് നേരെ കാർ ഓടിച്ചിങ്ങോട്ട് പോന്നേക്ക്. കൺഫേം ചെയ്യുക 800-825-825 വിളിച്ചിട്ട്. നാളെ തന്നെ കൺഫേം ചെയ്യണേ. 800-825-825. അതെ, കേട്ടോ? അപ്പൊ ഇന്നലെ വന്നോളൂ. കുറെ സമ്മാനൊക്കെ ആയിട്ട് തിരിച്ചു പോകാം. അതെ. ഇടയ്ക്ക് വിളിക്കണേ. പേരെന്താണ്? ഷെഹനാസ്. ഞാൻ ഷെഹനാസ്. ഞാൻ സുജി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത കോള്. ഹലോ. ഗുഡ് ഈവനിങ്. ഇതാരാണ്? എന്റെ പേര് ജിബിൻ എന്നാണ്. ജിബിൻ. ഷാർജ എന്ന് വിളിക്കുന്നേ. അതെ. എന്തൊക്കെയുണ്ട് ജിബിൻ വിശേഷങ്ങൾ? എന്താണ് ഓണപരിപാടികളൊക്കെ? ഓണപരിപാടികള് അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെയൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല. വേഗം പ്ലാൻ ആക്കണം കേട്ടോ. നമ്മളിപ്പോ ഓണക്കോടിയൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ജിബിന് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി ഒരു വിന്നർ ഉണ്ട്. ഇനി അടുത്തൊരു വിന്നറും കൂടെ വരുമോ നോക്കട്ടെ. ഓക്കെ, അപ്പൊ ജിബിന് എങ്ങനെ കളിക്കണെന്ന് അറിയാലോ? ഓക്കെ, തുടങ്ങിയോ? സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഷഹനാസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. GK-യിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ GK എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജിബിന്റെ GK എങ്ങനെയുണ്ടെന്ന് നോക്കാം.
എങ്ങനെയാണ് GK-ലൊക്കെ ഭയങ്കര തറ നോളജ് ആണോ? അത്രക്കില്ല, എന്നാലും കുഴപ്പമില്ല. അത്രക്കില്ല, പിടിച്ചു നിൽക്കും. ഡെയിലി ന്യൂസ് ഒക്കെ കാണുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ചോദിക്കുന്നു 2023 ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് മെൻസ് സിംഗിളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ചിരാഗ് ഷെട്ടി, ശ്രീകാന്ത്, HS പ്രണോയ്. ചിരാഗ് ഷെട്ടി, ശ്രീകാന്ത്. 2023-ലാണ് മെൻസ് സിംഗിൾസിൽ വെങ്കലം. അതെ, സിംഗിളിൽ വെങ്കലം. HS പ്രണോയ്. ഓക്കെ, നമുക്ക് നോക്കാം. ബാഡ്മിന്റൺ എങ്ങനെ കളിക്കാറുണ്ടോ? ഇല്ല, ക്രിക്കറ്റ് ആണ്. ഓ, അടിപൊളി. എന്തായാലും HS പ്രണോയ് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റാർട്ട് ആയില്ലല്ലോ. സ്റ്റാർട്ട് ആയില്ലേ? ഒന്നുകൂടെ സ്റ്റോപ്പ് പറഞ്ഞാൽ മതി. സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ്. ഓഡിയോ ആണ്. ഓക്കെ. ടിവിയുടെ സൗണ്ട് കുറച്ച് കൂട്ടി വെച്ചു ഓഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ശ്രദ്ധിച്ചു. ഓക്കെ. ഈ കേട്ടത് ഏത് സിനിമയിലെ BGM ആണ്? ഇത് രാക്ഷസൻ. രാക്ഷസനാണോ ഫോറൻസിക് ആണോ? രാക്ഷസൻ നമുക്ക് കറക്റ്റ് ആൻസർ ആണോ എന്ന് നോക്കാം. ഓ, റൈറ്റ് ആൻസർ ഫോറൻസിക് ആയിരുന്നു. സാരമില്ല. ഓക്കെ, നമ്മൾ നാളെ എന്തായാലും 3-in-1 ആയിട്ട് വരുന്നുണ്ട്. നാളെ വിളിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തൊരു കോൾ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് വിളിക്കുന്നേ? ഹലോ, വെൽക്കം ടു 3-in-1. ഞാൻ അറിയാവുന്ന എല്ലാം പറഞ്ഞു കേട്ടോ. ഇനി പറയാം, ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ അവിടെ വിളിച്ചിരിക്കുന്നത്? ഓക്കെ, ഹലോ. പറയൂ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ്? അബുദാബിന്ന് ജംഷി മണ്ണാർക്കാട്. അടിപൊളി. ആ ടിവിയുടെ സൗണ്ട് ആദ്യമേ ഒന്ന് കുറച്ച് വെക്കോ. അതുകൊണ്ടാണ് ഇത്രയും നേരം ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാത്തത്. ഫോണിൽ മാത്രം കേട്ടാ മതി. നമ്മൾ സൗണ്ട് കൂട്ടി വെക്കാൻ പറയുമ്പോ മാത്രം കൂട്ടി വെച്ചാൽ മതി. ജംഷി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്, അടിപൊളി. ഇപ്പൊ ഓണക്കാലല്ലേ, അപ്പൊ അതിന്റെ ആഘോഷങ്ങൾ തുടങ്ങി. അടിപൊളി. കഴിച്ചു കഴിഞ്ഞു. എനിക്ക് വയ്യ. പരിപാടികളാണ് ഇപ്പൊ. അതെ, സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഇതിലാണ്. അതെ. ഓക്കെ ജംഷി, അല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ല എനർജറ്റിക് ആണെന്ന് ജംഷി. അതെ. ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ നമ്മളോരോ അസോസിയേഷനിലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഗമായിട്ട് ഓരോ പരിപാടികളുണ്ട്. രാത്രി ഓണസദ്യ കഴിക്കുന്നു ഇപ്പൊ ഇവിടെ. ഫുൾ ബിസി ആയിരിക്കും. അപ്പൊ ഞങ്ങളെ വിളിക്കണം കേട്ടോ ഇടയ്ക്ക്. തീർച്ചയായിട്ടും നമ്മുടെ അബുദാബിയിൽ ദുബായിൽ എന്തായാലും വിളിക്കും. ഇനി അടുത്ത ഓണ പ്രോഗ്രാമിന് ഞങ്ങൾ എന്തായാലും വിളിക്കണം. ജംഷി, അപ്പൊ ഫസ്റ്റ് ടൈം അല്ലേ വിളിക്കുന്നേ? അതെ, ഇതിനു വിളിച്ചില്ല. ഞാൻ ചാനലിങ്ങനെ മാറ്റിയപ്പോ കണ്ടപ്പോ ജസ്റ്റ് വിളിച്ചാണ്. അപ്പൊ നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയാമോ? അതെ, ജസ്റ്റ് ഞാൻ ഒരു 10 minutes ആയിട്ട് ചാനൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജംഷിക്ക് എന്തായാലും കിടിലമായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി ഓണക്കോടിയുടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പറഞ്ഞോ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഓക്കെ, വേണ്ട. മ്യൂസിക് ആണ് കിട്ടിയിരിക്കുന്നത്. അതെ. ഓക്കെ, സ്റ്റോപ്പ്. കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കിൽ എത്തി. ഓക്കെ, അല്ല കുഴപ്പമില്ല. ഇനി ടിവിയുടെ വോളിയം കുറച്ച് കൂട്ടി വെച്ച് ഞങ്ങളൊരു മ്യൂസിക് പ്ലേ ചെയ്യും. ശ്രദ്ധിച്ചോണം. ഒറ്റ പ്രാവശ്യം പ്ലേ ചെയ്യുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോണേ. അതിന് മുന്നേ ടി വി കൂട്ടി വെച്ചു. ഓക്കെ.
ഓക്കെ. ഏത് സിനിമയിലെ BGM ആണ്? അതല്ലേ ലൂസിഫർ, കോൾഡ് കേസ്, ക്രിസ്റ്റഫർ. ആണ് നമുക്കൊന്ന് കറക്റ്റ് കിട്ടാം അല്ലേ? അതെ അതെ. ലൂസിഫർ ആണെന്ന് തോന്നുന്നുണ്ട്. ലൂസിഫർ ആണോ? ഓക്കെ, നമുക്ക് കുത്തി നോക്കാം. ലൂസിഫർ. കുത്തി നോക്കാം ഇങ്ങനെ പോകുന്നുള്ളത്. അതെ, കറക്റ്റ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇനി സൗണ്ട് കുറച്ച് വെക്കോ ടിവിയുടെ? ഓക്കെ, കുറച്ച് നന്നായിട്ട് കുറച്ച് വെച്ചോ. ഇനി ഒന്നുകൂടെ പറഞ്ഞോളൂ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും കറക്റ്റ് ആയി. ഇനി വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. ഓക്കെ 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 സ്റ്റാർട്ട്. സ്റ്റാർട്ട്. ഓക്കെ സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഓക്കെ സ്റ്റോപ്പ് പറയൂ. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. അയ്യോ, കൺഫ്യൂഷൻ. ജികെയിലെത്തി. ഒരു പ്രാവശ്യം സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ സ്റ്റോപ്പ്. സ്റ്റോപ്പ് പറഞ്ഞു. ജികെ എത്തി. ഓക്കെ ഓക്കെ, ടിവി ശ്രദ്ധിക്കണ്ട, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോ. ഓക്കെ, ഞാൻ നിങ്ങൾ പറയുന്നത് TV ഒക്കെ പോലെ കാണോട്ടോ മൊത്തത്തിൽ. ഓ, ആകെ ഇല്ല കൺഫ്യൂഷൻ. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോണിൽ മാത്രം ശ്രദ്ധിച്ചോ. ടിവിയിൽ കുറച്ച് ലാഗ് വരും, അതുകൊണ്ട് പറഞ്ഞേ. ഫോണിൽ മാത്രം ശ്രദ്ധിച്ചു ഇപ്പം. ഓക്കെ മാഡം. ഓക്കെ, GK എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഓപ്ഷനും കേട്ടോണേ. ഓക്കെ ഓക്കെ, ചോദിക്കട്ടെ. ഓക്കെ യെസ്. ഭൂഗർഭജലത്തിലെ എണ്ണയുടെ അളവ് നിർണ്ണയിക്കാനുള്ള ഉപകരണം ഏതാണ്? ഗ്രാവിമീറ്റർ, ജിയോഡിമീറ്റർ, മാനോമീറ്റർ. ഗ്രാവിമീറ്റർ, ജിയോഡിമീറ്റർ, മാനോമീറ്റർ. പെട്ടെന്ന് പറയണേ. പറയട്ടോ. ഓക്കെ, ജിയോഡിമീറ്റർ. ജിയോഡിമീറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കാം. അയ്യോ, ഓ സോറി, ഗ്രാവിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഹലോ, കേക്കാമോ? ഗ്രാവിമീറ്റർ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നാളെ വിളിക്കണം കേട്ടോ. ഓക്കെ 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 ഓക്കെ, താങ്ക്സ് ഫോർ താങ്ക് യു സോ കോളിംഗ്. മച്ച്. ബൈ. അപ്പൊ എന്തായാലും ഇതുവരേക്കും നമുക്കൊരു വിന്നറിനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതെ. അടിപൊളി. അപ്പൊ ആ വിന്നർ ആണോ നമ്മുടെ ഓണക്കോടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നോക്കാം. അത് അബുദാബിയിൽ നിന്നുള്ള ആളല്ലായിരുന്നോ? അതെ അതെ അതെ. ഇനി നിയാസ് എന്തായാലും കാർ ഓടിച്ച് അബുദാബിയിൽ നിന്ന് ദുബായ് വരെ എത്തിയിട്ട് എന്തായാലും ഓണക്കോടി കളക്ട് ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടോ നമുക്ക് നോക്കാം. അതെ. അപ്പൊ ഇനിയും വിളിക്കുന്ന നമ്പർ 042382491. ഞാൻ തന്നെ പറഞ്ഞു 042382491. അപ്പൊ 8:30 വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും വിളിക്കുക, നമുക്ക് ഇതുപോലെ സംസാരിച്ച് എല്ലാവരുടെയും ഓണ വിശേഷങ്ങളൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞ നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് കോളർ പറഞ്ഞതുപോലെ ഓൾറെഡി അവിടെ ഓണം സ്റ്റാർട്ട് ചെയ്ത് എന്നും സദ്യയൊക്കെ കഴിച്ച അടിപൊളി പ്രോഗ്രാം ഒക്കെ ആയിട്ട് അടിപൊളി. അതാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം സുഖം. ആരാണ് സംസാരിക്കുന്നത്? അമൻ. അമൻ. എവിടുന്ന് അമൻ വിളിക്കുന്നേ? ദുബായിന്നാ. അമൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പഠിക്കുകയാണല്ലേ? ഏത് സ്റ്റാൻഡേർഡ്? അതോ 12th? ഓ, അടിപൊളി. എങ്ങനെയുണ്ട് 12th-ലൊക്കെ? ഇപ്പൊ പരീക്ഷ എടുക്കല്ലേ? ഇപ്പൊ എക്സാം ഉണ്ടല്ലേ നിങ്ങക്ക്? ഇപ്പൊ എക്സാം ഉണ്ടല്ലേ? ഇപ്പൊ തുടങ്ങാൻ പോവാ, ഒരാഴ്ച ഉണ്ട്. ഓ, നൈസ് നൈസ് നൈസ്. അപ്പൊ അതിന് ഫുള്ള് പഠിക്കുന്ന തിരക്കിലാവും അല്ലേ? ഏതാണ്, സയൻസ് ആണോ എടുത്തേക്കണേ? കോമേഴ്സ്. കോമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മിടുക്കനായിട്ട് പഠിച്ചോളൂ. ഏത് സ്കൂളിലാ? ജെംസ് അവറോൺ ഇന്ത്യൻ. അവറോൺ ഇന്ത്യനില്. എവിടെ? ദുബായിൽ എവിടെയാന്ന് പറഞ്ഞേ? ദുബായില് കിസൈസില്. വിളിക്കുന്നുണ്ടല്ലേ? അടിപൊളി കേട്ടോ. നൈസ്. അപ്പൊ നമുക്ക് കിസൈസിൽ വെച്ച് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. അമൻ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഓണം ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫാമിലി പേരൻസിന് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ അമൻ എന്തായാലും ഒന്ന് ഗെയിം കളിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഇത് ഓഡിയോ അല്ലേ? മ്യൂസിക് അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓഡിയോ. അതെ. അപ്പൊ ടിവിന്റെ വോളിയം കുറച്ച് കൂട്ടി വെച്ചോ. കുറച്ച് കൂട്ടി വെക്കാം. ഓക്കെ ഓക്കെ. ഇമേജ് ആണോ വന്നിട്ടല്ലേ? ഹലോ. അമൻ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാമോ? സോറി, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയാമോ? സ്റ്റാർട്ട്. GK ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ GK എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ശ്രദ്ധിച്ചു കേട്ടു. ടിവിയുടെ വോളിയം ഇനി കുറച്ച് ചോദിച്ചോളൂ.
ആ. നമ്മൾ പറയുമ്പോൾ മാത്രം കേട്ടാൽ മതി. ആ. ഓക്കെ, ജി കെ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്കൊന്ന് പഠിക്കുന്നതുകൊണ്ട് ജി കെ ഒക്കെ ഭയങ്കര പുലിയായിരിക്കും. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും നോക്കാം. ഒരു ഖോ ടീമിൽ എത്ര കളിക്കാരുണ്ടാവും? ഖോ എന്താണെന്ന് അറിയാലോ. അതിൽ എത്ര കളിക്കാരുണ്ടാവും ഒരു ടീമിൽ? 8, 9, 10. 9. കളിച്ചിട്ടുണ്ടോ? സ്കൂളില് പണ്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് കറക്റ്റ് ആൻസർ ആണോ നോക്കാം. എന്തായാലും അന്ന് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എത്ര പേരെ ടീമിലൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത്. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട്. ഒരു മിനിറ്റ്, സ്റ്റാർട്ട് ആവട്ടെ. 1 സെക്കൻഡ്. സ്റ്റാർട്ട്. ഒന്നും കൂടെ അമ്മൻ സ്റ്റാർട്ട്. വേണ്ട, ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഓക്കെ, ഓഡിയോ ആണോ? അപ്പൊ വീണ്ടും ടിവിയുടെ കൂട്ടി വെച്ചോളൂ. ഓക്കെ. ഒന്നും കൂടെ പറഞ്ഞോളൂ. അവൻ സോറി. നമുക്ക് ഈ ഓഡിയോ വരുമ്പോ ഒരു ചെറിയതുണ്ട്, എന്തായാലും പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, മൂവീസിലെത്തി. മൂവീസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പുതിയ മൂവീസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതാ ലേറ്റസ്റ്റ് കണ്ടത്? ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് കണ്ടത്. ഡെഡ്പൂൾ വോൾവറിൻ. ഓക്കെ, എല്ലാ ലാംഗ്വേജസും കാണും? കേട്ടില്ല. എന്താ? എല്ലാ ലാംഗ്വേജസും കാണുമോന്ന്? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് എല്ലാം വേണമെങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കണേ. സ്റ്റേറ്റ് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമ? തച്ചോളി അമ്പു, കുമാരസംഭവം, അച്ഛനും ബാപ്പയും. സ്റ്റേറ്റ് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ. കുമാരസംഭവം. അറിയാമോ? നോക്കാം. അത് മമ്മീനോട് ചോദിച്ചതാ. മമ്മീനോട് ചോദിച്ചതാ. പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ പറഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ടൈം കളയണ്ട, അടുത്തത് വീണ്ടും പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ജികെ. അപ്പൊ നമ്മൾ ജികെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് മമ്മിക്ക് അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അമ്മൻ വീണ്ടും സെക്കൻഡ് ടൈം ആണല്ലോ ജികെ വന്നത്. രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജോൺ ഡാറ്റൺ, റോബർട്ട് ബോയിൽ, നീൽസ് ബോർ. പണ്ട് സയൻസ് പഠിച്ചിട്ടുണ്ട്. ജോൺ ഡാറ്റൺ, രസതന്ത്രം, റോബർട്ട് ബോയിൽ, നീൽസ് ബോർ. നീൽസ് ബോർ ആണോ? ഇങ്ങോട്ട് ചോദിക്കുന്ന 10th ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്നാലും ഗസ് ചെയ്യായിരിക്കും. ഫാദർ ഓഫ് കെമിസ്ട്രി പണ്ടങ്ങോണ്ട് പഠിക്കുന്നു. സോറി, റോബർട്ട് ബോയിൽ. അന്ന് എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയിൽ മീൻസ് ആ ഒരു കെമിസ്ട്രിയുടെ അത് കൂടുതലുണ്ടല്ലോ, ഓർഗാനിക് ഇത് വരുന്നത്. ബോയിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഞാൻ പണ്ടപ്പോഴോ പഠിച്ച ഓർമ്മയുണ്ട്. കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നാളെ എന്തായാലും വിളിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. ബൈ. നല്ലൊരു കോളർ. ഹലോ. അടുത്ത കോൾ. ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? ആണോ? എവിടുന്ന് വിളിക്കുന്നു? ജിമ്മിൽ വിളിക്കുന്നു. അത് ഉറപ്പിച്ച കാര്യം. ജിമ്മിൽ ഉണ്ടാവുകയാണെന്ന് പറഞ്ഞേ ഉള്ളൂ നേരത്തെ. കഴിഞ്ഞോ? ഇൻസ്ട്രക്ടർ ഓടിക്കാറായോ? 6 pack ഒക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. ഭയങ്കര ജിമ്മിൽ നമ്മളെ കാണുമ്പോ നല്ല കട്ടൊക്കെ വരും. പിന്നല്ല, നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ജിമ്മിലേക്ക് പോകുന്നത് കൊള്ളാം, പക്ഷേ ഒരു മാസം കഴിഞ്ഞ് നിർത്തരുത്. അയ്യോ, ഗെയിമിലേക്ക് പോയാലോ? ഇന്ന് പെട്ടെന്ന് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ പറയാൻ പറ്റുന്നത് ഗെയിമേ ഉള്ളൂ. സ്റ്റാർട്ട് പറഞ്ഞു കേട്ടോ. ജികെ വന്നു. മാലിക്ക് ജികെന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി പോയിട്ട് ഫുഡൊക്കെ അടിക്കണ്ടേ? ഓക്കെ, ചോദിച്ചു. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്? കനാദൻ, റൂദർഫോർഡ്, ഓസ്റ്റ്വാൾഡ്. കനാദൻ,
റൂദർഫോർഡ്, ഓസ്റ്റ്വാർഡ്. ഓപ്ഷൻ ഡി. റൂദർഫോർഡ്. ബി റൂദർഫോർഡ്. ഓക്കെ, നമുക്ക് നോക്കാം റൂദർഫോർഡ് ആണോ എന്നുള്ളത്. നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. അയ്യോ അല്ല, അല്ല, ഓസ്റ്റ്വാർഡ്. ഓക്കെ, കുഴപ്പമില്ല. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വിളിക്കുമ്പോ ഒരു സന്തോഷമാണ്. നമ്മളെ ഫാമിലി മെമ്പർ അല്ലേ. അപ്പൊ മാലിക്ക് അഡ്വാൻസ് ഹാപ്പി ആണോ? ഓക്കെ, താങ്ക് യു. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഗുഡ് ഗുഡ്. ഹൗ ആർ യു? I'm good. ഇതാരാണ് വിളിക്കുന്നത്? This is റിഷാദ് ആണത്. റിഷാദ്. ഓക്കെ, എന്നെ വല്ലപ്പോഴും വിളിക്കാറുള്ളൂ. ഫൈൻ, ഓക്കെ. നമ്മുടെ സിമിയോടെ പോയിന്ന്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ക്വസ്റ്റ്യൻ അറിയായിരുന്നു. സിമിനെ സ്ഥിരം വിളിക്കുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞു എന്നെ വല്ലപ്പോഴും വിളിക്കാറുണ്ടോന്ന്. സിമി നാളെ ഞാനെന്ന് ശരിക്കും പ്രോഗ്രാം കണ്ടോണ്ടിരിക്കായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഷഹനാസിന്റെ സ്റ്റോപ്പ് സ്റ്റാർട്ട് കണ്ടത്. അപ്പൊ വിളിക്കാതെ പുള്ളി ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം. പുള്ളി മെഷീൻ നോക്കിട്ട് ആ കറങ്ങുന്ന സംഭവം നോക്കിട്ട് മെഷീൻ സ്റ്റാർട്ട്. ഷഹനാസ് ഇങ്ങനെ മെഷീനെ ലീഡ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളവിടെ നിൽക്കുന്നോണ്ട് നിങ്ങളെ കൈ ഇങ്ങനെ നിങ്ങളെ പോയിന്റ് ചെയ്യുന്ന മെഷീനിലേക്ക് എത്തുന്നില്ല. സ്റ്റാർട്ട്. ഞാനും അതിലേക്ക് പറഞ്ഞു ഷഹനാസ് വേണമെങ്കിൽ ഇതൊന്ന് ഞാനങ്ങനെ ഇതാക്കി പറയല്ലോ, ഒന്ന് പ്രോഗ്രാം കഴിഞ്ഞ് കണ്ടോക്കൂട്ടോ. ഷഹനാസ് സ്റ്റാർട്ട് സ്റ്റോപ്പ്. എന്തായാലും ഞാൻ കണ്ടു നോക്കട്ടെ. അതെ, റിഷാദ് എന്തൊക്കെയാണ് ഓണം പരിപാടികളൊക്കെ തുടങ്ങി? ഓണമായിട്ട് ഇല്ല. സൺഡേ എന്തെങ്കിലും സാറ്റർഡേ സൺഡേ സദ്യ കഴിക്കണം. പിന്നെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞ സദ്യയാണ് ഓർമ്മ. പിന്നല്ലാതെ സദ്യ കഴിക്കാനെങ്കിൽ പിന്നെ എന്താ ഓണം? ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ നമ്മുടെ UBL. ഇങ്ങനെ നിർത്താത്ത പ്രോഗ്രാംസ് ഉണ്ടാവും. പ്രോഗ്രാം കഴിഞ്ഞ ഓണത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ലൈവ് ഉണ്ടായിരുന്നു. അതെ അതെ, ഈ ഓണത്തിന് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും വാച്ച് ചെയ്യണം. അന്ന് എന്തായാലും സദ്യ ഒന്നുമില്ല ഈ ഓണത്തിന്. എവിടെ ഞങ്ങൾക്ക് നമ്മൾ എന്തായാലും പറയാട്ടോ. പറഞ്ഞിട്ട് എല്ലാരെയും വിളിക്കുന്നു. ആരാധകർക്ക് പറഞ്ഞിട്ട് എന്തായാലും വിളിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ മിക്കവാറും ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ റിഷാദ്, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, പറഞ്ഞോ. സ്റ്റാർട്ട്. ഷഹനാസ് പറയൂ സ്റ്റാർട്ട്. സുചി പറയൂ. നോക്കി പറയൂ സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റോപ്പ്. ഇവിടെ കറങ്ങിയില്ല കേട്ടോ. ഓക്കെ റിഷാദ്, നമ്മൾ GK ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഓക്കെ, കുഴപ്പമില്ല, നമ്മള് ഫോണിൽ ശ്രദ്ധിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ GK ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ നേടിയ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ നേടിയ മാഗ്നസ് കാൾസൺ ഏതു രാജ്യക്കാരനാണ്? അതെ അതെ, നോർവേ, സ്പെയിൻ, ജർമ്മനി. ഇതിലേതാണ്? നോർവീജിയനാണ്. നമുക്ക് നോക്കാം കറക്റ്റ് ആവോ എന്നുള്ളത്. ഇതെന്തായാലും ഉറപ്പിച്ചു. ഇനിയിപ്പോ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ റിഷാദിനെ ഇന്ന് തല്ലു വാങ്ങിക്കും നിങ്ങൾ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, എത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോ പിന്നെ എന്ത് പറയാനാ. വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്. ഷഹനാസിന് അറിയാതെ വരും, പറഞ്ഞോളൂ. ഇച്ചിരി ഒന്ന് മടിയുണ്ടല്ലോ. സ്റ്റോപ്പ്. GK-ലെത്തി. ഇവിടെ വെച്ചാ മതി, അപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചു കൊടുക്കാം. GK ക്വസ്റ്റ്യൻ വരികയാണ് വീണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ന് 3 ക്വസ്റ്റ്യനും കൂടെ വിൻ ആയിട്ട് വേണം ഇന്ന് റിഷാദിന് തരണമെന്നുള്ളത്. കൊണ്ടുപോവാൻ അതാണെങ്കിൽ നമുക്ക് അടുത്തല്ലേ ഷെയ്ഖ് കോളനി. ഷെയ്ഖ് കോളനി എന്നുള്ളത് നമ്മുടെ ഒരു സൈറ ഫാഷൻസ് ഉണ്ട്, ഓണക്കോടി. അവരുടെ ഓണക്കോടിയാണ് ഇന്ന് സമ്മാനം കിട്ടുന്നത്. എനിക്കറിയാം ഗിസൈസിലാന്ന്. ഞാനും ഗിസൈസില്ല. കൂട്ടില്ല. പിന്നല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നേ. ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷം? 1908, 1922, 1911. 8/22/11. എയർമെയിൽ ആരംഭിച്ച വർഷം 1918. 18 അല്ല, 8 ആണ്. 80. Not 8. 1908
അതാണോ? അല്ല ഒരു മിനിറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോ. 11 ആണോ 22 ആണോ? 11. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞാ പിന്നെ കറക്റ്റ് ആൻസർ ആവാതിരിക്കില്ലെന്നും. അതാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, എന്തായാലും പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ ഓക്കെ, സ്റ്റാർട്ട്. അതാണ് എന്റെ സ്റ്റോപ്പ് നിങ്ങൾ പറഞ്ഞോട്ടാ. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. വീണ്ടും ജി കെ വന്നിരിക്കുകയാണ്. ഇന്ന് ഫുൾ ജി കെ. റിഷാദിന് വേണ്ടി നമ്മൾ ജി കെ മാറ്റി വെച്ചിരിക്കുന്നു. മെഷീൻ കുറച്ച് സ്ലോ ആണ്. അതെന്താ അറിയോ? എന്നെ വിളിക്കാത്തത് കൊണ്ടാണ്. എന്നെ വിളിക്കാറില്ലല്ലോ. ഒരു സിനിമയിൽ മാമുക്കോയെ പറ്റിക്കുന്നുണ്ട് കമ്പനിക്ക്. ശരിയാണ്. എന്നെ വിളിക്കാത്തത് കൊണ്ട് പണി തന്നതാണ്. റിഷാദിന് ജി കെ എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ജി കെ വരുന്നു. കിഷോർ ജന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്, നീന്തൽ, ജാവലിൻ ത്രോ. കിഷോർ ജന്ന. അതെ. കായികം. കിഷോർ ജന്ന. എനിക്ക് സംശയം ഇതാണോന്നൊരു സംശയം. ഏതാണോ? ജാവലിൻ. ഓക്കെ, നോക്കാം. ജാവലിൻ ത്രോ ആണോ എന്നുള്ളത് സംശയിച്ചാണല്ലോ പറഞ്ഞത്. ഓക്കെ, നേരത്തെ പോലെ എത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിലും കൺഗ്രാറ്റുലേഷൻസ്. ഓണക്കോടി റിഷാദ് കൊണ്ടുപോകുന്നതായിരിക്കും. നമുക്ക് 2 വിന്നേഴ്സ് ഉണ്ട് കേട്ടോ റിഷാദ്. അതെ. ഞങ്ങളൊരു ലക്കി ഡ്രോ കേട്ട് വരുന്നുണ്ട്. ആർക്കാ ലക്കി? 2 പേര് പുറത്തു വെക്കോ? എന്റെ മാത്രം 3 നമ്മൾ ചെയ്യില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വിളിക്കണം. ഇനി നാളെ വിളിച്ചു ചോദിക്കണല്ലേ? നാളെ സിമി വരും, അപ്പൊ നാളെ ചോദിച്ചു. നാളെ സിമിയാണ്. അല്ല, നാളെ രാവിലെ വരെ വിളിച്ചാല് അല്ല, ഇപ്പൊ നമ്മള് ലാസ്റ്റ് പറയും. എന്തായാലും ഇപ്പൊ ലാസ്റ്റ് പറയും. കുറച്ചുകൂടെ നേരം ഇരുന്ന് കാണാം. ഏതാണ് സിമിയുടെ ഷോ? എത്ര മണിക്കാണ്? സെയിം ടൈം തന്നെ, 7:30. ശരി, ബൈ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് 2 വിന്നേഴ്സ് ഉണ്ട്. റിഷാദും ഉണ്ട്, നമ്മുടെ നിയാസും ഉണ്ട്. അപ്പൊ ഇന്ന് ആരാണെന്നൊന്നും നമുക്ക് നോക്കാം. നമുക്ക് ഒരു ലക്കി ഡ്രോ എടുത്തിട്ട് വരാം അല്ലേ? അപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ വരുന്നു. അതെ. വെൽക്കം ബാക്ക് ടു 3 in 1. അപ്പൊ നമ്മൾ ലക്കി ഡ്രോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഷഹനാസ് ആദ്യമായിട്ടല്ലേ ലക്കി ഡ്രോ? ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ഇന്ന് ഷഹനാസിനെ കൊണ്ട് എടുപ്പിക്കാൻ നമ്മുടെ റിഷാദിന്റെയും നിയാസിന്റെയും പേരുണ്ട്. അപ്പൊ ആർക്കാണ് ഇന്ന് ലക്കി ഡ്രോയില് നമ്മുടെ സൈറ ഫാഷൻസ് കൊടുക്കുന്ന ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാണ്. ഓക്കെ, തുറന്നു. കൺഗ്രാറ്റുലേഷൻസ് റിഷാദ്. അടിപൊളി. അപ്പൊ എന്തായാലും റിഷാദിനാണ് ഇന്നത്തെ സൈറ ഫാഷൻസിന്റെ ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിയാസ് എന്തായാലും വിഷമിക്കേണ്ട, നമ്മുടെ ഗിഫ്റ്റ് വൗച്ചർ ഗ്രീൻ ഒലീവ്സിന്റെ ബ്യൂട്ടി സലൂണിന്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉജാലയുടെ കിട്ടുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും വരും. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് 800-825-825 വിളിച്ചിട്ട് കൺഫേം ചെയ്യണം. റിഷാദിന്റെ പേര് നമ്മൾ സൈറ ഫാഷൻസിന് കൊടുക്കുന്നതാണ്. അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഓണക്കോടി എത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടിപൊളി. നമുക്ക് ഒരുപാട് സന്തോഷമായില്ലേ? ശരിക്കും ഓണക്കോടി കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ റിഷാദ് എന്തായാലും ഞങ്ങളെ വിളിച്ചത് കൊണ്ട് ഓണക്കോടി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും വിളിക്കണം. ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം. ഇനി നമ്മൾ ഓണം കഴിഞ്ഞിട്ടില്ല വരുള്ളൂ. അപ്പൊ UBLന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, അപ്പൊ ഇന്ന് സൈനിങ് ഓഫ് ഫ്രം സുചിത, ഷഹനാസ്. ബൈ.